ഹലോ എവരിവൺ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. മാഷേ, എന്താണ് ഇന്നത്തെ നമ്മുടെ ഈ വരവിന്റെ ഉദ്ദേശം? ഇന്ന് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ നമ്മുടെ AMUPS പള്ളിക്കലെ മനോഹരങ്ങളായ മിടുക്കരായ കുട്ടികളെ, മാഷ് പറഞ്ഞ പോലെ മിടുക്കരായ കുട്ടികളെ മിടുക്കലിൽ മിടുക്കരാക്കാൻ മിടുക്കരാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നത്. യെസ്. അതിന് നമ്മൾ ഒരു പ്രത്യേക പേരൊക്കെ കൊടുത്ത് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ആയിട്ട് നടത്താൻ പോകണം. അതിന്റെ പേരാണ് ചിറക്. AMUPS പള്ളിക്കലെ മിടുക്കരിൽ മിടുക്കരാക്കാൻ വേണ്ടി ചിറക് എന്ന ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്ന ചില ക്ലാസ്സുകൾ ഇതിന്റെ തുടർന്നുണ്ടാകും. അതെ, അതുകൊണ്ട് തന്നെ അവർക്ക് നിർദ്ദേശിക്കപ്പെട്ട ആപ്പുകളിൽ അതിന്റെ ക്ലാസ്സുകൾ എന്ത് ചെയ്യും, വരും. എല്ലാ ദിവസവും വരുമോ? എല്ലാ ദിവസവും അല്ല, നമ്മൾ എന്ത് ചെയ്യും, വരുന്ന ദിവസങ്ങൾ അങ്ങനെ ഒന്നുമില്ല. കാരണം എന്താ വെച്ചാല് നമ്മുടെ കുട്ടികൾ മിടുക്കരിൽ മിടുക്കരാവാനാ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനി ഒരു പക്ഷേ എല്ലാ ദിവസവും വന്നാലും അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കാം. എന്നാലും ആഴ്ചയിൽ 3 ദിവസം വളരെ ബെറ്റർ. കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന 3 ദിവസം, വളരെ ചുരുങ്ങിയ സമയം, വളരെ കുറഞ്ഞ സമയം, കൂടുതൽ കാര്യം എല്ലാം പഠിക്കാനുള്ള പദ്ധതിയാണ് ചിറക്. അപ്പോൾ മക്കളെ, ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിൽ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ 1-2 കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഒന്ന് ഒരു പ്രഡിക്ഷൻ മത്സരമാണ്, ഒന്ന് പ്രവചന മത്സരം. അതെ, ഇപ്പൊ ലോകകപ്പ് നടന്നുകൊടുക്കുമ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടീമല്ലേ ബാക്കിയുള്ളല്ലേ? അതായത് നിങ്ങളുടെ ടീം ഏതാണ്? എന്റെ ടീം ഞാൻ അവിടെ പറഞ്ഞ അവർക്ക് ഇഷ്ടപ്പെടുക. എന്റെ ടീം അർജന്റീന. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്പെയിനിന്റെ കൂടെ നിൽക്കും. ഓക്കെ, അപ്പൊ ഇന്ന് ഒരു കിടിലൻ മത്സരം നടക്കാൻ പോകുന്നുണ്ട് നമ്മുടെ വേൾഡ് കപ്പിൽ. ഒന്ന് ഇംഗ്ലണ്ടും അർജന്റീനയും. നമ്മുടെ നജ്മുദ്ദീൻ സാറിന്റെ അർജന്റീന നിലനിൽക്കോ ഇല്ല നമുക്ക് നോക്കാം. എന്റെ സ്പെയിൻ ഏതായാലും ഫൈനൽ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ പ്രവചന മത്സരം എന്താന്ന് വെച്ചാല്, ഒന്ന് ഞാൻ ഒരു 3 ഫോട്ടോ കാണിച്ചു തരാം. 3 ഫോട്ടോ കാണും. ഇതാ നിങ്ങളുടെ അർജന്റീന അർജന്റീന, എന്റെ സ്പെയിൻ ഇവിടെ ഉണ്ട്, നിങ്ങളുടെ എതിരാളി ഇംഗ്ലണ്ടും ഇവിടെ ഉണ്ട്. അപ്പോ ഇംഗ്ലണ്ട് തല തിരിഞ്ഞു പോയി. അപ്പോ ഇന്ന് വേൾഡ് കപ്പിൽ ടോട്ടൽ 3 ടീമുകളുണ്ട്. 1 സ്പെയിൻ ഉണ്ട്, 2 അർജന്റീന ഉണ്ട്, 3 ഇംഗ്ലണ്ട് ഉണ്ട്. യെസ്. അപ്പോ നമുക്ക് കാണാം, ഓരോ ഫ്ലാഗിന്റെയും താഴെ 3 പേരുകൾ കാണാൻ പറ്റും. 1 സ്പെയിൻ ഉണ്ട്, 2 ഇംഗ്ലണ്ട് ഉണ്ട്, 3 അർജന്റീനയുണ്ട്. അപ്പോ ഇന്നത്തെ പ്രവചന മത്സരം ഇതാണ്. ഈ 2 ടീമിൽ ആര് നിലനിൽക്കുമെന്നാണ് ഇന്നത്തെ ആദ്യത്തെ മത്സരം. ചിറകിൽ ഏറി പറക്കുന്ന കുട്ടികൾക്കുള്ള ആദ്യത്തെ ടാസ്ക് അർജന്റീന നിലനിൽക്കുമോ ഇംഗ്ലണ്ട് നിലനിൽക്കുമോ? അതായത് എന്റെ അഭിപ്രായത്തിൽ അർജന്റീന. ഓക്കെ, ഇവരോട് മുട്ടാൻ, അതായത് സ്പെയിനിനോട് മുട്ടാൻ ഫൈനലിൽ ഇന്ന് ഇവരിൽ ആരായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ വിജയസ്പർശം ഗ്രൂപ്പിൽ കമന്റ് ചെയ്യേണ്ടത്. ചിറകിന്റെ ഗ്രൂപ്പിൽ. അതായത് നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ഉടനെ ആദ്യം ചെയ്യേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം ഇതാണ്: ഇവരിൽ ആര് നിലനിൽക്കും? അപ്പൊ അർജന്റീന ആണോ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ആണോ? അപ്പൊ നമുക്കതിൽ ഒരു കാര്യം പഠിക്കാണ്ട് മാഷത്തില് എന്താ വെച്ചാല്, അർജന്റീന എന്ന് എങ്ങനെ എഴുതും? അർജന്റീന എഴുതാന് വളരെ സിമ്പിളായിട്ട് എഴുതും. കാരണം ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇനി ഇംഗ്ലണ്ടിന് അനുകൂലിക്കുന്ന ആളുകളാണ്. കാരണം ഈ അർജന്റീനയുടെ എതിരാളികളായ കുറച്ച് ആൾക്കാർ ഇതിലുണ്ട്, ഈ വീഡിയോ കാണുന്നവരിലുണ്ട്. അവർ ഇവരുടെ കൂടെ ആയിരിക്കും. കഴിഞ്ഞു പോയ ബ്രസീല്, പോർച്ചുഗൽ, എല്ലാവരും, ഫ്രാൻസിന്റെ ടീം വരെ ഇവരുടെ കൂടെ ഇംഗ്ലണ്ടിന്റെ കൂടെ ഉണ്ടാവുക. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് അവർക്ക് അതായത് ഒന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം മക്കളെ, ആര് കപ്പടിക്കുമെന്നത് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക. ഇനി മറ്റൊരു കാര്യമുണ്ട് മാഷെ, അതായത് ഇവർക്ക് ചിറകിന്റെ ക്ലാസ്സുകൾ ലഭിക്കുമ്പോൾ അത് നോട്ട് ചെയ്യാൻ ഒരു നോട്ട് പുസ്തകം വേണ്ടേ? അതായത് ചിലപ്പോ ചില കുട്ടികൾക്ക് ഇംഗ്ലീഷിലായിരിക്കും ക്ലാസ് വേണ്ടത്, ചില കുട്ടികൾക്ക് മാത്സിലായിരിക്കും ക്ലാസ് വേണ്ടത്, ചില കുട്ടികൾക്ക് മലയാളമായിരിക്കും വേണ്ടത്. ഏറ്റവും നല്ലത് 3 വിഷയങ്ങൾക്ക് 3 നോട്ട് പുസ്തകം കരുതുക എന്നുള്ളതാണ്. ഇത്ര വലിയ ചെലവാണ്, ചെറിയ ചെലവാണ്. നമ്മുടെ കുട്ടികളെ മിടുക്കരായി പറക്കാൻ വേണ്ടി, ചിറകിലേറി പറക്കാൻ വേണ്ടി ഒരു 3 പുസ്തകം അവർക്ക് വേണ്ടി തയ്യാറാക്കട്ടെ. അപ്പോ ഇന്ന് ഇവർ ചെയ്യേണ്ടത് ഇംഗ്ലീഷിന്റെ ഒരു പുസ്തകം എടുത്തിട്ട്, നോട്ട് പുസ്തകം എടുത്തിട്ട് അതിൽ അവർ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, ഹൂ ഈസ് ദ വിന്നർ, ഹൂ ഈസ് ദ ഫൈനലിസ്റ്റ്, ടുഡേസ് വിന്നർ,
ഇന്നത്തെ വേൾഡ് കപ്പിലെ വിന്നർ ആരാ? ഇംഗ്ലണ്ട്. ഇന്ന് 12:30, അത് രാത്രി 12:30. ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരമാണ്. മത്സരത്തിൽ വിജയി ആരായിരിക്കും? അതാണ് പ്രഡിക്ഷൻ. ആരാണെന്ന് പറയാൻ കഴിയോ? ആരായിരിക്കും? അവരിപ്പോ പറഞ്ഞോട്ടെ, ഇതിന്റെ കൂടെ കമന്റ് പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് നിങ്ങൾക്ക് വിജയിക്കാൻ സാധ്യതയുള്ള ടീമിൽ ഇംഗ്ലണ്ട് ആണോ അതോ അർജന്റീന ആണോ ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുക എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അതോടുകൂടെ തന്നെ ഈ 3 ടീമിന്റെയും പേര് എങ്ങനെ എഴുതുമെന്ന് അവർ താഴെ തന്നെ. അതാണ് നമ്മളെ രണ്ടാമത്തെ ടാസ്ക്. അതാണ് അതായത് സ്പെയിൻ എന്ന് കറക്റ്റ് എങ്ങനെ എഴുതും, അതിന്റെ സ്പെല്ലിംഗ് ആണ് ശ്രദ്ധിക്കേണ്ടത്. സ്പെയിൻ എങ്ങനെ എഴുതും, അർജന്റീന എന്ന് എങ്ങനെ എഴുതും, അതുപോലെ തന്നെ ഇംഗ്ലണ്ട് എന്ന് എങ്ങനെ എഴുതും. ഇതാണ് രണ്ടാമത്തെ ടാസ്ക്. അപ്പൊ ഒന്നെന്താണ്, ആര് ജയിക്കും ഇന്നത്തെ കളിയില്? ഇന്നത്തെ വേൾഡ് കപ്പ് മത്സരത്തിൽ സെമി ഫൈനലില് ആരായിരിക്കും വിജയി? ഇംഗ്ലണ്ട് ആണോ അർജന്റീനയാണ്? അർജന്റീന അനുകൂലിക്കുന്നവര് അർജന്റീന എന്നും ഇംഗ്ലണ്ടിനെ അനുകൂലിക്കുന്നവര് ഇംഗ്ലണ്ട് എന്നും ചേർക്കുക. കൂടാതെ രണ്ടാമത്തെ ടാസ്ക്, ഇപ്പോൾ നിലവിൽ വേൾഡ് കപ്പ് 48 രാജ്യങ്ങൾ മത്സരിച്ചിട്ട് 45 പുറത്തുപോയി. ഇനി ബാക്കി 3 രാജ്യങ്ങൾ. ഈ 3 രാജ്യങ്ങളുടെയും സ്പെല്ലിംഗ് അവർ കറക്റ്റ് പഠിക്കട്ടെ. സ്പെയിൻ എന്ന് എഴുതുമ്പോ SPAIN, ഇംഗ്ലണ്ട് എന്ന് എഴുതുമ്പോ ENGLAND, അർജന്റീന എന്ന് എഴുതുമ്പോ ARGENTINA എന്ന സ്പെല്ലിംഗ് എന്ത് ചെയ്യുക, നമ്മളെ കുട്ടികൾ കൃത്യമായി പഠിക്കാം. ഇതാണ് അവർക്ക് രണ്ടാമത്തെ ടാസ്ക്. വളരെ സിമ്പിൾ ആയിട്ട് ഇതാണ് നമ്മളെ ചിറകിന് മുന്നോട്ട് പോകുന്ന ക്ലാസ്സുകളിലും ഈ തരത്തിലായിരിക്കും ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളായിരിക്കും. അങ്ങനെ മക്കളെ വളരെ രസകരമായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ക്ലാസ്സുമായിട്ട് നമുക്ക് കൃത്യമായിട്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് ക്ലാസ് ഉള്ള ദിവസങ്ങളിൽ കൃത്യമായി. എന്റെ അഭിപ്രായം എന്താണെന്നറിയോ, ഈ ചിറകിന്റെ ക്ലാസ് കഴിയുമ്പോൾ 7ാം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ 7ാം ക്ലാസ് അവര് തൂക്കും. 6ാം ക്ലാസ്സിലെ അവര് തൂക്കും. 6ാം ക്ലാസ്സിലെ കുട്ടികളാണെങ്കിൽ 6ാം ക്ലാസ് അവര് തൂക്കിയിരിക്കും. 5ാം ക്ലാസ് ആണെങ്കിൽ 5ാം ക്ലാസ് അവര് തൂക്കിയിരിക്കും. ഓക്കെ, ശരി. അതിനു വേണ്ടിയാണ് നമ്മള് ചിറക്, നമുക്ക് ചിറകിന്റെ മറ്റേ ആപ്തവാക്യം ഒന്നുകൂടെ പറയാം. എന്തായിരുന്നു? മിടുക്കരായ കുട്ടികളെ മിടുക്കരാക്കാനുള്ള ചിറകാണ് പറന്നു. യെസ്. അപ്പൊ മാഷേ, നേരത്തെ പാട്ട് പാടില്ലേ? എനിക്കൊരു പാട്ട് കൂടി പാടണം. ഓക്കെ, എന്നാ മാഷ് പാട്ട് പാടാം. മാഷ് പാട്ടാണെ ഞാൻ കൂടെ പാടും. ഓക്കെ. അതായത് നമ്മളെ കൂടെ ഒരു പാടോ നോക്കാലോ. ഓക്കെ, മാഷ് ഒരു കൂടെ പാട്ടെ. ഒരു പാടട്ടെ. അതായത് ഈ ക്ലാസ് കാണുന്നവർ ഈ പാട്ടിന്റെ ചെയ്തോട്ടെ, കൂടെ പാടിക്കോട്ടെ. അപ്പൊ ഇനി നാളെ അവർ സ്കൂളിൽ വരുമ്പോ ഈ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. ആയിക്കോട്ടെ, നല്ലൊരു പാട്ടാണല്ലോ അല്ലേ? നല്ലൊരു പാട്ടാക്കാം. മാഷെല്ലാം പാടുമല്ലോ അല്ലേ? അല്ല, നിങ്ങൾ പാടണോണ്ട്. ശരി. അപ്പൊ നമുക്ക് നമ്മളെക്കാൾ നല്ല വോയിസ് ഉള്ള ആളുകളുണ്ട്, ഉണ്ടായിരിക്കണം. പെൺകുട്ടിയായ ആളുകളുണ്ട്. അതെ. പക്ഷേ അവരാരും മൈൻഡ് ചെയ്യൂല. നമ്മൾ നമ്മുടെ വോയിസിൽ പാടുന്നു, കത്തുന്നു, അവർ ഏറ്റുപാടുന്നു. യെസ്, നമ്മൾ കത്തും, നമുക്ക് ഏറ്റുപാടാം. ഓക്കെ, ശരി. അപ്പൊ തുടങ്ങല്ലേ? പഠിക്കാം, പഠിച്ചു മുന്നേറാം, അറിവിൻ വീതി തുറന്നിടാം, പഠിച്ചിടാതെ വളരരുതേ നാം, മടിച്ചിടാതെ വന്നോളൂ. ഇപ്പൊ അവര് പഠിച്ചിട്ടുണ്ടാവോ ഈ പാട്ടോ? 4 വരിയല്ലേ? ഒന്നുകൂടെ പാടി നോക്കാം. പഠിക്കാം, പഠിച്ചു മുന്നേറാം, അറിവിൻ വീതി തുറന്നിടാം, പഠിച്ചിടാതെ വളരരുതേ നാം, മടിച്ചിടാതെ വന്നോളൂ. അപ്പൊ മക്കളെ, നന്നായിട്ട് പഠിക്കാൻ, നല്ല കുട്ടികളാവാൻ, മിടുക്കരാവാൻ ചിറക് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളും ഇതിന്റെ ആദ്യാവസാനം വരെ കൂടെ ഉണ്ടാകണമെന്നാണ് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. അപ്പൊ ഇവർ ഒന്നാമത്തെ കാര്യം ചെയ്യേണ്ടത്, ഇവർ ഈ ക്ലാസ് കാണാൻ യൂട്യൂബിലാണ്. അതുപോലെ തന്നെ അവരുടെ ആപ്പിലും ഈ ക്ലാസ് അവർക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന ഉടനെ തന്നെ ആദ്യത്തെ കമന്റ് ആര് ജയിക്കും എന്നുള്ളതാണ്. അപ്പൊ അവരുടെ ഇംഗ്ലീഷിന്റെ പുസ്തകത്തിൽ അവർ എന്ത് ചെയ്യും? ആര് ജയിക്കും എന്നുള്ളത് അവർ എഴുതി വെക്കും. രണ്ടാമത്തെ ടാസ്ക് ആയിട്ട് അവരെന്ത് ചെയ്യും? 3 രാജ്യങ്ങളുടെ സ്പെല്ലിംഗ് കറക്റ്റ് അവർ പഠിക്കും.
അവർ പഠിച്ച് നോട്ട്ബുക്കിൽ എഴുതി വെക്കട്ടെ അല്ലേ? എഴുതി വെച്ച് അവർ പഠിക്കും. ഇത്രയാണ് മൂന്നാമത്തെ അതായത് നമ്മൾക്ക് പഠിക്കാൻ എന്ത് വേണം? ഒരു 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 പ്രൈവറ്റ് നോട്ട്ബുക്കിന്റെ കാര്യം നേരത്തെ മിസ്സായി പോയി പറയാം. നമ്മൾ പറഞ്ഞു ഓരോ വിഷയങ്ങൾക്കും മാഷെ നമുക്ക് ഒരു കുട്ടിക്ക് ഒരു പഠിക്കാൻ അവർക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലം വേണം. ഒരു സ്റ്റഡി ഏരിയ, മറ്റ് ശല്യങ്ങൾ ശല്യമല്ല, മറ്റ് ബുദ്ധിമുട്ടുകൾ. അതായത് വീട്ടിൽ ചിലപ്പോൾ ചെറിയ കുട്ടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും, അങ്ങനെയൊക്കെ അതൊന്നും ഇല്ലാത്ത ഒരു ഏരിയ. ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ഉണ്ടായിക്കോളണമെന്നൊന്നുമില്ല, എല്ലാ വീട്ടിലും ഉണ്ടായിക്കോളണമെന്നില്ല, എന്നാൽ ഉള്ളതിൽ സജ്ജീകരിക്കാൻ പറ്റും. അതൊരു പക്ഷേ അവരുടെ ഡൈനിങ് ഹാളിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വേറെ ഒരു സ്റ്റഡി റൂമുകളായിരിക്കാം, എന്തുമായിരിക്കാം. അപ്പൊ മക്കളെ, നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം ഒരു ഫോട്ടോ എടുക്കുക എന്നതാണ്. ശരി, നമുക്ക് ഇതിലേക്ക് പോവാം. അതായത് എന്താ പറഞ്ഞേ, ഓരോ കുട്ടിക്കും നമുക്ക് എന്താണ് പഠിക്കാനുള്ള ഏരിയ വേണം. ഈ ഏരിയ എന്ത് ചെയ്യണം? അവർ ഫോട്ടോ എടുത്തിട്ടായിരിക്കും. അതായത് ചിറകിന്റെ കുട്ടികൾക്ക്, ചിറക് പദ്ധതിയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ ഒരു പ്രോപ്പർ ഏരിയ അവരുടെ വീട്ടിൽ. ചിലപ്പോൾ മറ്റാർക്കും ഇത് ഉണ്ടായിക്കോളുന്നില്ല കേട്ടോ, ചിറകില്ലാത്തവർക്ക് ചിലപ്പോൾ ഉണ്ടായിക്കോളുന്നില്ല, ഇവർക്ക് ഇത് ഉണ്ടാവും. അതായത് അവർക്ക് പഠിക്കാനുള്ള ഒരു ചെയർ, അതേപോലെ പുസ്തകം വെക്കാനുള്ള ഒരു ടേബിൾ. ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അവരുടെ സാധനങ്ങളൊക്കെ അവിടെ പേന, പുസ്തകങ്ങൾ, ബാക്കി എല്ലാ കാര്യങ്ങളും അവിടെ ആയിരിക്കണം, പ്രോപ്പർ ആയിട്ട് വൃത്തിയിൽ. അവരുടെ സാധനങ്ങൾ അവിടെ വേണം. അവിടെ നമ്മുടെ തുടക്കം. അതാണ് നമ്മുടെ തുടക്കം. അവരുടെ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും ആ ഒരു കോർണറിൽ ഉണ്ടായിരിക്കണം, തീർച്ചയായിട്ടും. അപ്പോൾ ഇന്നത്തെ അവർക്കുള്ള മൂന്നാമത്തെ ടാസ്ക് എന്താണെന്നറിയോ? അതായത് അവരുടെ ഈ ഏരിയ ഫോട്ടോ എടുത്തിട്ട്, അതായത് അവരുടെ സ്റ്റഡി ടേബിള്, അവരുടെ ചെയർ, അത് മനോഹരമാകണമെന്നൊന്നുമില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ട് പഠിക്കാൻ ഇരിക്കാൻ പറ്റാവുന്ന ഏരിയ എവിടെയാണോ അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ബാഗും നിങ്ങളുടെ ചിറകിന്റെ ബുക്കുകളും എല്ലാം സജ്ജീകരിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ, ഒരു കോർണർ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ. നിങ്ങൾ പറഞ്ഞ പോലെ കൊലായിലാവാം, റൂമിലാവാം. എനിക്കൊരു കാര്യം പറയാനുണ്ട്, നമ്മൾ കിടക്കുന്ന റൂമിൽ ആവാതിരിക്കുന്നതാണ് നല്ലത്. എന്താ വെച്ചാല് നമ്മളിങ്ങനെ പഠിക്കാനിരിക്കൂട്ടോ. ഈ പഠിക്കാനിരിക്കുന്ന സമയത്ത് എന്താ വെച്ചാല് നമ്മളിങ്ങനെ കുറച്ചേരം ഇങ്ങനെ വായിക്കുമ്പോ ഇനി കടന്ന് വായിക്കാം, മറ്റേ ചങ്ങായി വിളിക്കും, ഹലോ വിളിക്കും. അപ്പൊ നമ്മൾ പുസ്തകമായിട്ട് ബെഡിൽ പോയിരിക്കും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കാല് ഇങ്ങനെ തണുക്കാൻ തുടങ്ങും. ഈ കാല് തണുക്കുമ്പോൾ നമ്മൾ ഈ കാല് ബെഡിലേക്ക് കയറ്റി വെക്കും. അപ്പൊ കാല് എന്ത് ചെയ്യും? ആ പുതപ്പ് നേരെ നമുക്ക് എടുത്തിടും. അപ്പൊ നമ്മളെ വായന ഇങ്ങനെയാവും. നേരത്തെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, ടേബിളിൽ വെച്ചിട്ട് ഇങ്ങനെ വായിച്ചത്. പിന്നെ വായന ഇങ്ങനെയാവും. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ഈ പുറം ഭാഗം ഒരു വേദനയൊക്കെ വരും. അപ്പൊ നമ്മുടെ തലേനെ എടുത്ത് നമ്മൾ ബാക്കിൽ വെക്കും, തലേണ ബാക്കിൽ വെക്കും. അപ്പൊ നമ്മുടെ വായന ഇങ്ങനെയാണ്, ഈ അമ്പിളിമാമൻ കിടക്കണ പോലെ. അപ്പോ ഇങ്ങനെയാവും. ആദ്യം നമ്മൾ ഇങ്ങനെ വായിച്ച നമ്മള് പിന്നെ ഇങ്ങനെയാവും വായന. കുറച്ച് കഴിയുമ്പോൾ നേരെ ഫ്ലാറ്റ് ആവും. പിന്നെ വായന ഇങ്ങനെയായി. അന്നേരം പിന്നെ വായന നടക്കുമോ? വായന ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കിടക്കുന്ന റൂമിൽ മാക്സിമം ഒഴിവാക്കിയിട്ട് സൗകര്യം അവിടെ ഉണ്ടെങ്കിൽ എന്താ ചെയ്യാം? പക്ഷേ ഇനി ഒരു കുട്ടിക്ക് വേറെ എവിടെയും സൗകര്യം ഇല്ല എങ്കിൽ അവിടെ നോ പ്രോബ്ലം. ശ്രദ്ധിക്കണം, മാക്സിമം പുറത്താവാനാണ് ശ്രദ്ധിക്കുന്നത്. മക്കളെ, നിങ്ങളുടെ സ്റ്റഡി കോർണർ എവിടെയാണോ അതിന്റെ മനോഹരമായ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലല്ല, നിങ്ങളുടെ ചിറകിന്റെ ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, നിർബന്ധമായിട്ടും പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ അതാണ് നിങ്ങൾക്കുള്ള മൂന്നാമത്തെ ടാസ്ക്. ഒന്നാമത്തെ ടാസ്ക് അല്ലേ? ഒന്ന് ആര് ജയിക്കും, രണ്ടാമത് സ്പെല്ലിംഗ് എഴുതുക, മൂന്നാമത്തെ ബുക്ക് അവർ ഓൾറെഡി വാങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ മീറ്റിംഗിന്റെ സമയത്ത് ടാസ്ക് ആയിട്ട് വേണം അല്ലേ? അത് ടാസ്ക് അല്ല, അത് അവർക്ക് നിർബന്ധമായിട്ട്. അതായത് നമ്മള് രക്ഷിതാക്കളോട് പറഞ്ഞ മൂന്നാമത്തെ ടാസ്ക്. അപ്പൊ മാഷി പറഞ്ഞില്ലേ മൂന്നാമത്തെ ടാസ്ക് രക്ഷിതാക്കളോട് പറഞ്ഞ കാര്യമാണ് എന്ത് ഈ ടാസ്ക്. ഒന്നുകൂടെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയാം. അത് എന്തായാലും പറയാം. അപ്പൊ അതിന് നമുക്ക് ആ പാട്ട് പാടിയല്ലോ. ഏത് പാട്ടാ? നേരത്തെ പഠിക്കാം. 1 2 3 സ്റ്റാർട്ട്. പഠിക്കാം, പഠിച്ചു മുന്നേറാം, അറിവിൻ വീതി തുറന്നിടാം. പഠിക്കാം, പഠിച്ചു മുന്നേറാം, അറിവിൻ വീതി തുറന്നിടാം. പഠിച്ചിടാതെ വളരരുതേ നാം, പഠിച്ചിടാതെ വളരരുതേ നാം. മടിച്ചിടാതെ വന്നോളൂ, മടിച്ചിടാതെ വന്നോളൂ. അപ്പൊ മക്കളെ, ചിറകിന്റെ മിടുക്കരായ വിദ്യാർത്ഥികൾക്കുള്ള ഒന്നാമത്തെ ടാസ്ക്, ഇന്നത്തെ അർജന്റീന ഇംഗ്ലണ്ട് മത്സരത്തിൽ ആര് തൂക്കും ഫൈനലിസ്റ്റ്?
സ്പെയിനുമായി മത്സരിക്കുന്ന ഫൈനലിസ്റ്റ് ആരാണ്? അതായത് എന്റെ സ്പെയിൻ ഇവിടെ ഉണ്ട്, മാഷിന്റെ അർജന്റീന അവിടെ ഉണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും ഇംഗ്ലണ്ട് ഓക്കെ. അപ്പോ മക്കളെ ആര് ജയിക്കുമെന്ന് നിങ്ങൾ പറയണേ. രണ്ടാമത്തെ ടാസ്ക് എന്തായിരുന്നു മാഷേ? സ്പെല്ലിംഗ്. ഈ 3 ടീമിന്റെ സ്പെല്ലിംഗ്. അർജന്റീന എന്താണ്? വളരെ ചുരുങ്ങിയ 3 ടീമിന്റെ സ്പെല്ലിംഗ് പഠിക്കാൻ ആ രാജ്യത്തിന്റെ പേരിന്റെ സ്പെല്ലിംഗ് കൃത്യമായിട്ട് എന്നൊക്കെ ഇവർക്ക് എന്തായാലും അറിയും. കാരണം അവര് സ്ഥിരമായിട്ട് കേൾക്കുന്ന വാക്കാണ്, കാണുന്നത്. ഇന്ത്യ എല്ലാവർക്കും അറിയും. അതുപോലെ തന്നെ ഈ രാജ്യങ്ങളുടെ സ്പെല്ലിംഗ് എന്ത് ചെയ്യാം കൃത്യമായി ഇംഗ്ലീഷ് നോട്ട് ബുക്കിൽ, ഇംഗ്ലീഷിന് വേണ്ടി തയ്യാറാക്കിയ നോട്ട് ബുക്കിൽ ഈ രാജ്യങ്ങളുടെ പേര് കൃത്യമായിട്ട്. ഇനി വേറൊന്നുണ്ട്, ആർക്കെങ്കിലും ഇതുപോലെ മനോഹരമായ ഇതിന്റെ ഫ്ലാഗിന്റെ ചിത്രം വരക്കാൻ പറ്റുമെങ്കിൽ വരച്ചോട്ടെ. താല്പര്യമുണ്ടെങ്കിലാണോ അല്ലെങ്കിൽ നിർബന്ധമായിട്ട് വരയ്ക്കണം? അവർക്ക് വരക്കാൻ താല്പര്യം അവിടെ നോട്ട് പുസ്തകം നമ്മൾ ചെക്ക് ചെയ്യും. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. എന്താ വെച്ചാൽ അപ്പൊ അതിൽ വരക്കുകയാണെങ്കിൽ ഗുഡ് അല്ലേ, വെരി ഗുഡ്, അത് നമുക്ക് പറയാനുള്ളൂ. അപ്പൊ വരക്കാൻ പറ്റുന്നവർക്ക് സമയമുണ്ടെങ്കിൽ വരയ്ക്കാം. ചിലപ്പോ വേറെ ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഉണ്ടാവും. അങ്ങനെ നിർബന്ധമില്ല. നിർബന്ധമായിട്ട് ചെയ്യേണ്ടത് ഈ 3 രാജ്യങ്ങളുടെ പേര് സ്പെല്ലിംഗ് കൃത്യമായി തെറ്റാതെ തെറ്റാനൊന്നും സാധ്യതയില്ല, എല്ലാവർക്കും അറിയാം അല്ലെ. കാണിച്ചു കൊടുക്കും. പിന്നെ അവർക്ക് മൊബൈലിൽ സഹായം തേടാം. അങ്ങനെ അവർക്ക് പഠിക്കാം, എഴുതാം. നാളെ ചോദിക്കുമ്പോൾ വീണ്ടും പഠിക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. ഓക്കെ. അപ്പൊ 3ാമത്തെ ടാസ്ക്, നിങ്ങളുടെ സ്റ്റഡി കോർണർ എവിടെയാണോ അവിടെ കൃത്യമായ ഒരു ഫോട്ടോ നമ്മുടെ ചിറകിന്റെ ഗ്രൂപ്പിലേക്ക് അയക്കുക, ഷെയർ ചെയ്യുക. അത് ഷെയർ ചെയ്യുമ്പോൾ കാര്യം എന്താ വെച്ചാല് അവരുടെ പേര് അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. അതെ, നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. എല്ലാ നമ്പർ ചിലപ്പോൾ സേവ് ആയിക്കൊള്ളുന്നില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇത് ആരെ സ്റ്റഡി കോർണർ ആണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങളുടെ പേരും കൂടെ അതിന്റെ അടിയിൽ, ക്ലാസ്സും കൂടെ വേണോ? പേരും ക്ലാസ്സും, നിങ്ങളെ ഐഡന്റിറ്റി അതാണല്ലോ. പേരും ക്ലാസ്സും കൂടെ അതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് അയക്കുക. ഓക്കെ. അപ്പൊ മക്കളെ, നമ്മുടെ 3 ടാസ്കുകൾ ഇനി നമ്മൾ പൊളിക്കാൻ പോവാണ്. 7ാം ക്ലാസ്സുകാർ 7ാം ക്ലാസ് തൂക്കട്ടെ, 8ാം ക്ലാസ് ഇല്ല 6ാം ക്ലാസ് തൂക്കട്ടെ, 5ാം ക്ലാസ്സുകാർ 5ാം ക്ലാസ് തൂക്കട്ടെ. അങ്ങനെ ഇനി അടുത്ത വർഷം ഇവർക്ക് ഇതേ ചിറകിന്റെ ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരില്ലല്ലോ. ഇരിക്കേണ്ടി വരില്ലല്ലോ. കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്താൽ ഇരിക്കേണ്ടി വരില്ലല്ലോ. മക്കളെ, ഇനി നമ്മൾ ബാക്കിയുള്ള എല്ലാ കുട്ടികളെയും പോലെ മിടുക്കരാവാൻ പോവുകയാണ്. എല്ലാവരും മിടുക്കരാണ്, അവര് ഓൾറെഡി മിടുക്കരാണ്. ഇനി മിടുക്കരാൻ പോവാണ് ഇവര്. നമ്മുടെ മുന്നിലുള്ള ഈ മുഴുവൻ കുട്ടികളും നമുക്ക് 3 ടാസ്ക് കൊടുത്തു. ഇത് അവർ കൃത്യമായിട്ട് ചെയ്യും. അവസാനിപ്പിച്ചാലോ? ടാസ്ക് ഒന്നുകൂടെ പറയണോ? ടാസ്ക് അവർക്ക് കേട്ടല്ലോ. 3 ടാസ്ക് ആണ്. ആര് ജയിക്കുന്നു പറയണം. അത് നിങ്ങൾ പ്രഡിക്ഷൻ ഇതിൽ കമന്റ് അയക്കണം. അതുപോലെ ഈ 3 രാജ്യങ്ങൾ, സ്പെയിൻ, അർജന്റീന, ഇംഗ്ലണ്ട്, ഈ 3 രാജ്യങ്ങളുടെ പേര് കൃത്യമായിട്ട് എഴുതുക. ഇംഗ്ലീഷിന്റെ ചിറകിന്റെ ഇംഗ്ലീഷ് ബുക്കിൽ കൃത്യമായിട്ട് എഴുതുക. താല്പര്യമുള്ളവർക്ക് ചിത്രം വരയ്ക്കാം. 3ാമത്തത്, നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കിയ ഈ സ്റ്റഡി കോർണറിന്റെ ഒരു ചിത്രം ഗ്രൂപ്പിൽ നിങ്ങളെ പേരും ക്ലാസ്സും ഉൾപ്പെടെ ഈ ചിറകിന്റെ ഗ്രൂപ്പിൽ അയക്കുക, ഫോട്ടോ എടുക്കുക. ഇത്രയും 3 ടാസ്കുകൾ പഠിക്കാവൂ. അതെ, അതാണ് നിങ്ങൾ ഏരിയ ഫോട്ടോ എടുത്ത് അയച്ചത്. ആ ഏരിയ ആണ് വിളിക്കുന്നത്. അവിടെയുള്ള സൗകര്യങ്ങളൊക്കെ മാഷ് നേരത്തെ പറഞ്ഞു. ഈ വീഡിയോയിലെ മുമ്പ് കേൾക്കാം. അവിടെയുള്ള സൗകര്യങ്ങൾ, പഠിക്കാനായിട്ടുള്ള ടേബിള്, വെളിച്ചം, പെന്ന്, ചെയർ, വൃത്തിയായിട്ട് ഇരിക്കാൻ പറ്റിയ ചെയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് 3 നിങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞാൽ ചിറകിന്റെ ബാക്കി പദ്ധതികളോട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിറകിലേറി പറക്കാൻ പറ്റും. മക്കളെ, നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. നമ്മളിങ്ങനെ വിചാരിക്കും എനിക്കൊന്നും പറ്റില്ല. ഒരു ടാസ്ക് കൊടുത്താൽ നമുക്ക് ഒരു ചെറിയൊരു ഗെയിം കൊടുക്കാം നമുക്ക്. അതായത് മക്കളെ തയ്യാറായിക്കോ കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ ഒരു പേനയും ഒരു പേപ്പറും ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കണം. ഇല്ലെങ്കിൽ ഒരു പേനയും പേപ്പർ അവർ എടുക്കണം. ഒരു ചെറിയ സമയം കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഉണ്ട്. ഒരു ടേബിളിൽ ഇരിക്കുമ്പോൾ എന്തായാലും അവിടെ ഉണ്ടാവും. ഒരു പേനയും പേപ്പറും. അപ്പോ ഒരു നോർമൽ ബുദ്ധിയുള്ള ഒരാള് മനസ്സിലാക്കണം പക്ഷേ, നോർമൽ ബുദ്ധിയുള്ള ഒരാൾക്ക് ഒരു 15 സെക്കൻഡ് സമയം കൊടുത്താൽ, മത്സരം ഇതാണ്, നോർമൽ ബുദ്ധി ട്ടോ, നോർമൽ ബുദ്ധി മതി, അയാൾക്ക് ഒരു 15 സെക്കൻഡ് സമയം കൊടുത്താൽ അയാൾ ഒരു 30 തവണ ഇങ്ങനെ കൈയടിക്കും. എത്ര തവണ? 30 തവണ കൈയടിക്കും. 15 സെക്കൻഡ് സമയം കൊടുത്താൽ അയാൾ എന്ത് ചെയ്യും? 30 അടിച്ചിട്ട് 30 തവണ കൈയടിക്കും. എന്റെ ചോദ്യം ഇതാണ്, നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന കുട്ടികൾക്ക് 15 സെക്കൻഡ് സമയം തന്നാൽ നിങ്ങൾക്ക് എത്ര തവണ കൈയടിക്കാൻ പറ്റും?
അവർക്ക് എന്തായാലും 30 കൂടുതൽ അടിക്കാൻ പറ്റുമോ? അല്ല, അവർ തീരുമാനിക്കട്ടെ അവർക്ക് എത്ര അവർ ചെയ്യണം, അവരാണ് ചെയ്യേണ്ടത് അല്ലേ? അതായത് ഞാൻ കൈയടിച്ച് നോക്കണ്ടല്ലോ. അല്ല, അവർ ചെയ്യണ്ട. അതായത് നമ്മൾ അവർക്ക് 15 സെക്കൻഡ് സമയം കൊടുത്താൽ അവർക്ക് എത്ര തവണ കൈയടിക്കാൻ പറ്റും? നോർമൽ ബുദ്ധിയുള്ള ആൾക്ക് 30 പറ്റും. നിങ്ങൾക്ക് എത്ര പറ്റും മക്കളെ? ആദ്യം അവർക്ക് കഴിയുന്ന സംഖ്യ മാത്രം എഴുതാം. അവർക്ക് എത്ര കഴിയുന്ന എഴുതിയാൽ മതി. പേപ്പറിൽ എഴുതിക്കോളും മക്കളെ. കൈയടിച്ച് നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യാം? ആദ്യം ഇങ്ങനെ അത് വേണ്ട, അങ്ങനെ വേണ്ട. കൈയടിക്കുന്ന മുമ്പ് എഴുതി വെക്കട്ടെ. എഴുതിയല്ലോ മക്കളെ, എഴുതിയോ? നിങ്ങൾക്ക് കഴിയുന്ന സംഖ്യ അവിടെ എന്ത് ചെയ്യാ? എഴുതി വെക്കാം. ഇതിനിടയിൽ കൈയടിച്ച് പോയിട്ടുണ്ടാവും ചിലപ്പോ. ഇല്ല, അങ്ങനെ ചെയ്യില്ല. അപ്പൊ മക്കളെ, നിങ്ങൾ എഴുതിയല്ലോ. നിങ്ങൾക്ക് കഴിയാവുന്ന ഒരു സംഖ്യ നിങ്ങൾ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മൾ ആ സമയം കൊടുക്കാൻ പോകണം. 15 സെക്കൻഡ് ഇവർ കൊടുക്കാൻ പോകണം. അപ്പൊ അവരെന്ത് ചെയ്യണം? നമ്മൾ സ്റ്റാർട്ട് പറയുമ്പോൾ കൈയടിച്ചു തുടങ്ങണം. കൈയടിക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. അവർ എണ്ണണം, മനസ്സിൽ എണ്ണണം. 1 2 3 4 5 6 7 8 9 ഇങ്ങനെ എണ്ണണം. 1 2 3 4 5 6 7 8 ഇങ്ങനെ എണ്ണണം. എണ്ണുന്ന സ്റ്റാർട്ട് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യണവരല്ലേ? സ്റ്റോപ്പ് ചെയ്യണവരെ എന്ത് ചെയ്യണം? ഓരോ അടിയും എന്താ എണ്ണി പോകണം. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. ഇതാ, ഇപ്പൊ ഒരു കുട്ടിക്ക് 15 സെക്കൻഡ് സമയം കൊടുത്താൽ 40 തവണ അടിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആദ്യം അവർ എഴുതേണ്ട ഈ 40 ആണ്. ഈ 40 അവർ ആ പേജിന്റെ മേലെ എഴുതി വെക്കണം. എന്നിട്ട് നമ്മൾ അവർക്ക് എന്തെങ്കിലും സമയം കൊടുക്കും, 15 സെക്കൻഡ് സമയം കൊടുക്കും. അപ്പോൾ അവർക്ക് കിട്ടുന്ന സംഖ്യ എത്രയാണെന്ന് നോക്കണം. അപ്പൊ ഞാൻ മാഷോട് പറയാണ്, മാഷിന് ഒരു 15 സെക്കൻഡ് സമയം ഞാൻ തന്നാൽ നിങ്ങൾക്ക് എത്ര തവണ കഴിക്കാം? ഞാൻ 45 തവണ. 45. ഇനി ഞാൻ നിങ്ങൾക്ക് 15 സെക്കൻഡ് സമയം തരാം. അപ്പൊ മാഷും നിങ്ങളുടെ കൂടെ അടിക്കും, നിങ്ങളും കൂടെ കൈയടിക്കണം. ഓക്കെ, റെഡി? അപ്പൊ 15 സെക്കൻഡ് സമയം നിങ്ങൾക്ക് തരാൻ പോവാണ്. മാഷും കൈയടിക്കും, അതുകൂടെ എണ്ണും ചെയ്യും. നിങ്ങളും എണ്ണണം, നിങ്ങളും കൈയടിക്കണം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. സ്റ്റോപ്പ്. ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയ സംഖ്യ ഇല്ലേ? മാഷ് എത്ര കിട്ടിയ സംഖ്യ? എനിക്ക് 86 മക്കളെ. മാഷ് ആദ്യം എഴുതിയത് 45. ഇപ്പൊ സാറിന് കിട്ടിയത് 86, 86. മക്കളെ, നിങ്ങൾക്കൊരു സംഖ്യ കിട്ടിയിട്ടില്ലേ? ആ സംഖ്യ നിങ്ങൾ ആദ്യം എഴുതിയ സംഖ്യന്റെ നേരെ താഴെ കൊണ്ടുപോയി എഴുതി വെക്കി. എല്ലാവരും എഴുതി വെക്കി. നിങ്ങൾക്ക് കിട്ടിയ സംഖ്യ എഴുതി വെച്ചോളൂ. എഴുതിയല്ലോ? യെസ്, മാഷ് എഴുതാണ് പറഞ്ഞത്. നമ്മുടെ അതായത് നമ്മൾ നമ്മളെ കുറിച്ച് വിചാരിക്കുന്നതല്ല നമ്മൾ. ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞ എന്താ, ഒരു നോർമൽ ബുദ്ധിയുള്ള ഒരാൾക്ക് എത്രേ പറ്റൂ? ഒരു 30 പറ്റുള്ളൂ 15 സെക്കൻഡ് സമയം കൊണ്ട്. പക്ഷെ 15 സെക്കൻഡ് സമയം നിങ്ങൾക്ക് കിട്ടിയപ്പോ, മാഷിന് കിട്ടിയപ്പോ 80. ആദ്യം മാഷ് വിചാരിച്ച എനിക്ക് 45 പറ്റുള്ളൂ എന്നാണ്. പക്ഷെ മാഷ് എണ്ണിയപ്പോ 86 കിട്ടി. ഇതന്നെയാണ് മക്കളെ നമ്മളെ പ്രശ്നം. നമ്മൾക്ക് പറ്റും. നമ്മൾ വിചാരിച്ചാൽ, നമ്മൾ ചെയ്താൽ, നമ്മൾ പ്രവർത്തിച്ചാൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. ചിറകിന്റെ മക്കളെ, നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അപ്പോ ഇന്നത്തെ ഈ ഒരു ടാസ്ക് നിങ്ങളെ മനസ്സിൽ എന്നും വേണം. യു ക്യാൻ, യു ട്രൈ. യു ക്യാൻ, യു ട്രൈ. യു വിൽ വിൻ. നിങ്ങൾ വിജയിക്കും. അപ്പോ മാഷെ അവസാനിപ്പിച്ചാലോ? ഓക്കെ, ശരി. അപ്പൊ മക്കളെ, ചിറകിൽ നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. നിങ്ങളും ആദ്യ അവസാനം വരെ വേണം. അപ്പോ ഗുഡ് നൈറ്റ്.